നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രസിദ്ധമായ അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം തുടങ്ങി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കുന്നത് കേരളത്തിലെ തലയെടുപ്പുള്ള 50ഓളം ഗജവീരന്മാർ. തിരക്ക് നിയന്ത്രിക്കാൻ കുന്നംകുളം അഞ്ഞൂർ പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വിവാഹ തിരക്കിൽ മുങ്ങി ഗുരുഭവനപുരി. ഞായറാഴ്ച ക്ഷേത്രസന്നിധിയിൽ നടന്നത് 265 വിവാഹങ്ങൾ. ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കി. ഗുരുവായൂർ നഗരത്തിൽ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. തണൽമരങ്ങൾ മുറിച്ചുമാറ്റപ്പെട്ട നൂറടിത്തോടിന്റെ സംരക്ഷണത്തിന് പദ്ധതിയുമായി കുന്നംകുളം നഗരസഭ. പുനർജനി എന്ന പേരിൽ തണൽപാതയൊരുക്കും. തോട്ടുവരമ്പത്ത് 100ഓളം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വാർത്തകൾ വിശദമായി. വിവാഹ തിരക്കിൽ മുങ്ങി ഗുരുഭവനപുരി. 265 വിവാഹങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ നടന്നത്. ദർശനത്തിനും വലിയ തിരക്കാണ് ക്ഷേത്രനടയിൽ അനുഭവപ്പെട്ടത്. പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് ദേവസ്വം തിരക്ക് നിയന്ത്രിച്ചത്. പുലർച്ചെ 4 മുതലാണ് ക്ഷേത്രനടയിൽ താലികെട്ട് ആരംഭിച്ചത്. രാവിലെ 9നും 10നും ഇടയിലാണ് ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടന്നത്. 1 മണിക്കൂറിനുള്ളിൽ 120 വിവാഹങ്ങൾ നടന്നു. തിരക്ക് കണക്കിലെടുത്ത് 5 വിവാഹ മണ്ഡപങ്ങളാണ് ദേവസ്വം ഒരുക്കിയിരുന്നത്. താലികെട്ടിന് കാർമ്മികത്വം വഹിക്കാൻ അധിക കോയ്മമാരെയും വാദ്യസംഘങ്ങളെയും നിയോഗിച്ചിരുന്നു. വധൂവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെ 24 പേരെ മാത്രമാണ് മണ്ഡപത്തിന് സമീപത്തേക്ക് പ്രവേശിപ്പിച്ചത്. മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപത്തെ കൌണ്ടറിൽ നിന്ന് ടോക്കൺ നൽകിയാണ് വിവാഹ സംഘങ്ങളെ മണ്ഡപത്തിനടുത്തേക്ക് കടത്തിവിട്ടത്. താലികെട്ട് കഴിഞ്ഞ് വിവാഹ സംഘത്തിന് തെക്കേ നടവഴി മടങ്ങിപ്പോകാൻ വഴിയൊരുക്കി. പുലർച്ചെ നിർമാല്യം മുതൽ ദർശനത്തിനുള്ളവരുടെ നീണ്ട വരിയായിരുന്നു. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിനകത്ത് പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ അനുവദിച്ചില്ല. ക്ഷേത്രത്തിനകത്തും പുറത്തും വൺവേ സംവിധാനം ഏർപ്പെടുത്തി. കൂടുതൽ സെക്യൂരിറ്റി ജീവനക്കാരെയും നിയോഗിച്ചിരുന്നു. വിവാഹ സംഘങ്ങളുടെ വാഹനങ്ങൾ നിറഞ്ഞതോടെ ക്ഷേത്രനഗരിയിൽ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. ഇന്നർ ഔട്ടറിംഗ് റോഡുകളിലും പൂർണ്ണമായി വൺവേ ഏർപ്പെടുത്തിയാണ് തിരക്ക് നിയന്ത്രിച്ചത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 8-ന് 334 വിവാഹങ്ങൾ നടന്നതാണ് നിലവിലെ റെക്കോർഡ്. പ്രസിദ്ധമായ അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് തുടക്കമായി. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം ഊരാളനും മേൽശാന്തിയുമായ തോട്ടപ്പായ മന ശങ്കരൻ നമ്പൂതിരി മുഖ്യകാർമ്മികനായി. തോട്ടപ്പായ മന സജീഷ് നമ്പൂതിരി സഹകാർമ്മികനായി. തുടർന്ന് കലംകരിക്കൽ ചടങ്ങ് നടന്നു. ഉച്ചതിരിഞ്ഞ് 3-ന് വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രാമാണ്യത്തിൽ നടത്തിയ ദേവസ്വം പൂരം എഴുന്നള്ളിപ്പിൽ പിതൃകോവിൽ പാർത്ഥസാരഥി ദേവിയുടെ തിടമ്പേറ്റി. 5:45-ന് പാണ്ടിമേളത്തോടെ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ പാമ്പാടി രാജൻ, പുതുപ്പള്ളി കേശവൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ തുടങ്ങി 50ഓളം ഗജവീരന്മാർ അണിനിരക്കും. വൈകിട്ട് 6:45-ന് പകൽപൂരം സമാപിക്കും. തുടർന്ന് വടക്കൻ വാതിൽക്കൽ നാടൻ കലാരൂപങ്ങളുടെ വരവ് നടക്കും. തിങ്കളാഴ്ച പുലർച്ചെ 2:30-ന് ദേവസ്വം പൂരം എഴുന്നള്ളിപ്പും ദേശപൂരങ്ങളുടെ വരവിനും ശേഷം 4:30-ന് കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. ശേഷം പൊങ്ങിലടിയോടുകൂടി പൂരാഘോഷത്തിന് സമാപനമാകും. പൂരാഘോഷം CCTV പ്രാദേശിക ചാനലിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 7 മണി വരെ അഞ്ഞൂർ കുന്നംകുളം പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തിരുത്തിക്കാട് നൂറടിത്തോടിന് പൊതുജീവൻ. നൂറടിത്തോടിന്റെ പരിസ്ഥിതി സംരക്ഷണവും പുനരുദ്ധാരണവും ലക്ഷ്യമിട്ട് കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ പുനർജനി എന്ന പേരിൽ തണൽപാത ഒരുക്കുന്നു. കിളിപ്പാടം പദ്ധതിയുടെ ഭാഗമായി തിരുത്തിക്കാട് നൂറടിത്തോട് നടപ്പാതയോട് ചേർന്ന് മുറിച്ചുമാറ്റപ്പെട്ട മരങ്ങൾക്കു പകരമായി തോട്ടുവരമ്പത്ത് 100ഓളം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് നഗരസഭ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. തോടുകളുടെ സ്വാഭാവിക പരിസ്ഥിതി നിലനിർത്തുക, തീരദേശ മണ്ണൊലിപ്പ് തടയുക, ജൈവവൈവിധ്യം സംരക്ഷിക്കുക, പൊതുജനങ്ങൾക്ക് ശുദ്ധവായുവും തണലും ലഭ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുനർജനി തണൽപാത പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. നഗരസഭയുടെ ശുചിത്വ അംബാസിഡറും ചലച്ചിത്ര താരവുമായ VK ശ്രീരാമൻ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്ഥിരം സമിതി അധ്യക്ഷരായ T സോമശേഖരൻ, മിഷ സെബാസ്റ്റ്യൻ, ആർഷ ജിജു, നഗരസഭാ സെക്രട്ടറി KK മനോജ് എന്നിവർ സംസാരിച്ചു. നഗരസഭയുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളുടെ സജീവ പങ്കാളിത്തത്തോടെയാണ് വൃക്ഷത്തൈകൾ നഗരസഭ നട്ടുപിടിപ്പിച്ചത്. പ്രദേശത്തെ മണ്ണിന്റെയും കാലാവസ്ഥയുടെയും സ്വഭാവം പരിഗണിച്ച് കൂവളം, നെല്ലി, ഉങ്ങ്, മന്ദാരം തുടങ്ങിയ
തദ്ദേശീയ ഇനങ്ങളിലുള്ള 100-ലധികം വൃക്ഷത്തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. പരിസ്ഥിതി, സാംസ്കാരിക പ്രവർത്തകർ, വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ജനവാസ മേഖലയിൽ ഭീഷണിയായി കൂറ്റൻ കടന്നൽക്കൂട്. ചൂണ്ടൽ പഞ്ചായത്ത് 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന പുതുശ്ശേരിക്കുന്നിലാണ് കൂറ്റൻ കടന്നൽക്കൂട് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള തെങ്ങിന്റെ മുകളിലായാണ് കടന്നൽക്കൂട് സ്ഥിതി ചെയ്യുന്നത്. രാത്രികാലങ്ങളിൽ സമീപത്തെ വീടുകളിൽ ലൈറ്റുകൾ തെളിയിക്കുന്നതോടെ കടന്നലുകൾ കൂട്ടത്തോടെ വെളിച്ചത്തിനരികിലേക്ക് പറന്നുവരുന്നത് പ്രദേശത്തുള്ളവർക്ക് ഭീഷണിയായി മാറിയിട്ടുണ്ട്. കാറ്റിൽ തെങ്ങിന്റെ ഓലകൾ കടന്നൽക്കൂടിനുമേൽ ഉരയുന്നതും പരുന്തുപോലുള്ള പക്ഷികൾ കൊത്തുന്നതും മൂലം കടന്നലുകൾ കൂട്ടത്തോടെ പറന്ന് ഭീതിജനകമായ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. മേഖലയിലെ വീടുകളിലെ കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കുന്നതിന് കഴിയാത്ത സാഹചര്യമാണുള്ളത്. അടിയന്തരമായി കടന്നൽക്കൂട് നശിപ്പിച്ച് ജനങ്ങൾക്ക് സ്വൈരജീവിതം ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അണ്ടത്തോട് ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം, 3 പേർക്ക് പരിക്ക്. പാലപ്പെട്ടി കാപ്പിരിക്കാട് സ്വദേശി കാരിയോടത്ത് ഷംസുദ്ദീൻ, എടവണ്ണപ്പാറ സ്വദേശികളായ സാബിക്, ഫിബ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചാവക്കാട് പൊന്നാനി ദേശീയപാത അണ്ടത്തോട് പാപ്പാളിയിൽ ശനിയാഴ്ച രാത്രിയിലായിരുന്നു അപകടം. പരിക്ക് പറ്റിയവരെ അകലാട് മൂന്നൈനി VKR ആംബുലൻസ്, വിന്നേഴ്സ് ആംബുലൻസ് പ്രവർത്തകർ എന്നിവർ ചേർന്ന് ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടാവസ്ഥയിൽ നിലനിൽക്കുന്ന വെള്ളാർക്കാട് കടങ്ങോട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന്റെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാത്തത് പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നു. പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ മുഖം മറച്ച നിലയിലാണ് പഴയ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. 1985 നിർമ്മിച്ച പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടം ചുമരുകൾ വിണ്ടുകീറി മേൽക്കൂരയുടെ വാർപ്പ് അടർന്നു വീഴുന്ന അവസ്ഥയിലായതിനെ തുടർന്നാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. കേരള സർക്കാരിന്റെ 2018-19 പ്ലാൻ ഫണ്ട് 44 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 2020 സെപ്റ്റംബർ മാസത്തിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പുതിയ കെട്ടിടം നിർമ്മിച്ച് 5 വർഷം കഴിഞ്ഞിട്ടും പഴയ കെട്ടിടം പൊളിച്ചു നീക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പുതിയ ഓഫീസ് കാണാൻ കഴിയാത്ത നിലയിൽ ഇതിന് മുന്നിലായാണ് പഴയ കെട്ടിടം നിലനിൽക്കുന്നത്. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന സാഹചര്യത്തിലുള്ള കെട്ടിടം പുതിയ കെട്ടിടത്തിനും ജീവനക്കാർക്കും ഇവിടെ എത്തുന്നവർക്കും അപകട ഭീഷണി ഉയർത്തുന്നുമുണ്ട്. പഴയ കെട്ടിടത്തിന്റെ വാതിലടയ്ക്കാൻ കഴിയാത്തതും കോമ്പൗണ്ടിന് ചുറ്റുമതിലില്ലാത്തതും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അവസരമുണ്ടാക്കുന്നതായും പരാതിയുണ്ട്. എത്രയും പെട്ടെന്ന് പഴയ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടു. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാൾ ജനുവരി 24, 25, 26, 27 തീയതികളിലായാണ് ആഘോഷിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 5:30 സെന്റ് തോമസ് കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണേങ്ങാടൻ കാർമ്മികനായുള്ള ദിവ്യബലിക്ക് ശേഷം ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. തുടർന്ന് കോഴിക്കോട് സങ്കീർത്തനയുടെ കാലം പറക്കും എന്ന നാടകം അരങ്ങേറി. ഞായറാഴ്ച രാവിലെ 6:30 ദിവ്യബലിയും 9:30 ലതീഞ്ഞ് ദിവ്യബലി, കാഴ്ച സമർപ്പണം, നൊവേന എന്നിവയുണ്ടായി. വികാരി ഫാദർ ജേസൺ മാറൂക്കി കാർമ്മികനായി. തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ്, വള എന്നിവയും വെഞ്ചിരിപ്പുണ്ടായി. രാത്രി കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള ഭക്തിനിർഭരമായ അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളിയിലെത്തി സംഗമിക്കും. ശേഷം 150ഓളം ബാൻഡ് വാദ്യ കലാകാരന്മാർ അണിനിരക്കുന്ന സംയുക്ത വാദ്യം അരങ്ങേറും. തിങ്കളാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 7 മണിക്ക് ദിവ്യബലിയും 10 മണിക്ക് ഫാദർ ജിജോ തറയിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള ആഘോഷമായ പാട്ടുകുർബാനയും ഉണ്ടാകും. ഫാദർ അജിത് കൊള്ളന്നൂർ തിരുനാൾ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 4-ന് ഇടവകാംഗം ഫാദർ ജോസ് കിടങ്ങൻ കാർമ്മികനായി ദിവ്യബലിയും 5 മണിക്ക് വിശുദ്ധരുടെ രൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും നടക്കും. തുടർന്ന് വാനിൽ വിസ്മയം തീർക്കുന്ന വർണ്ണമഴയും ബാൻഡ് വാദ്യ മത്സരവും അരങ്ങേറും. വികാരി ഫാദർ ജേസൺ മാറോക്കി, കൈക്കാരന്മാരായ KV ജോയ്, അൽഫോൺസ് മുട്ടത്ത്, MK റെജി, ജോഷി വർഗീസ്, ജനറൽ കൺവീനർ ഷാജൻ മാറോക്കി എന്നിവർ നേതൃത്വം നൽകും. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാത പെരുമ്പിലാവിൽ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ പകൽ സമയങ്ങളിൽ സ്ഥാപിക്കുന്ന സ്പീഡ് ബ്രേക്കറുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി നൽകി. പൊതുപ്രവർത്തകൻ കൊരട്ടിക്കര സ്വദേശി PL ധനീഷാണ് പരാതി സമർപ്പിച്ചത്. സ്വകാര്യ ആശുപത്രിയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ബാരിക്കേഡ് വെച്ച് സംസ്ഥാനപാതയിലെ ഗതാഗതം തടസ്സപ്പെടുത്തുകയാണെന്നും ഇതുമൂലം മാസത്തിൽ 1-2 അപകടങ്ങൾ നടക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നു. കളക്ടറുടെ അനുമതിയുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ബാരിക്കേഡ് സ്ഥാപിച്ചതെന്നും നിശ്ചിത ദൂരം മുമ്പ് മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകൾ സ്ഥാപിക്കാതെയും മറ്റ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നതെന്നും പരാതിയിൽ ആരോപിക്കുന്നു. ഇത്തരം സ്പീഡ് ബ്രേക്കറുകൾ വയ്ക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമായാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നതെന്നും
ആയതിനാൽ ബാരിക്കേഡ് എടുത്തുമാറ്റാൻ നടപടിയുണ്ടാകണമെന്നും ഇവിടെ കാൽനട യാത്രികർക്കായി സീബ്ര ലൈൻ വരയ്ക്കണമെന്നും ധനീഷ് പരാതിയിൽ ആവശ്യപ്പെട്ടു. രാവിലെ ഒരു 7 മണി മുതൽ രാത്രി 6 മണി വരെ ഇത് റോഡിൽ സ്ഥാപിക്കുകയും അത് കഴിഞ്ഞാൽ അവരെടുത്തു മാറ്റുകയും ചെയ്യണം. ഇതുമൂലം വളരെ ഗതാഗത കുരുക്കുണ്ടാവുകയും അപകടങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. 45 ഡിഗ്രി വളവിൽ അശാസ്ത്രീയമായിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇതിനെതിരെയാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നോക്കിയിട്ട് ബാക്കിയിട്ടുള്ള ബന്ധപ്പെട്ട അതോറിറ്റികൾക്ക് പരാതി നൽകുന്നതാണ്. 22 വർഷത്തിലധികം കടിക്കാട് സ്കൂളിൽ കായികാധ്യാപകനായി സേവനമനുഷ്ഠിച്ച നാസർ ഹുസൈൻ മാസ്റ്റർ ഈ അധ്യയന വർഷം വിരമിക്കും. ഇതോടനുബന്ധിച്ച് യാത്രയയപ്പ് യോഗം നടത്തി. പെരിയമ്പലത്ത് നടന്ന പരിപാടിയിൽ നാസർ മാസ്റ്റർ വിടവാങ്ങൽ പ്രസംഗം നടത്തി. പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി, വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ, മൂസ ആലത്തയിൽ, സദാനന്ദൻ മാഷ്, മന്നലാങ്കുന്ന് മുഹമ്മദുണ്ണി, ഗോവിന്ദൻ മാഷ്, റഹീം വീട്ടിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കബഡി ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങളിൽ വിദ്യാർത്ഥികളെ ദേശീയ തലത്തിലേക്ക് വരെ എത്തിച്ച നാസർ ഹുസൈൻ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ സ്കൂളിന് നേടിക്കൊടുത്തിട്ടുണ്ട്. പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ച് വിതരണം ചെയ്തു. വിവിധ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ചൂണ്ടൽ ശ്രീ മേലേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെ 5:30 നട തുറക്കലിന് ശേഷം അഷ്ടദ്രവ്യ ഗണപതി ഹോമവും തുടർന്ന് വിശേഷാൽ പൂജകളും രാവിലെ 8 മുതൽ 10 വരെ നടക്കൽ പറയും ഉണ്ടാകും. ഉച്ചയ്ക്ക് 2-ന് ആലത്തിയൂർ മനയിൽ നിന്ന് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. ഉച്ചയോടെ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് ദേശം ചുറ്റി 4:30 ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തും. 6:10 കേരളത്തിലെ തലയെടുപ്പുള്ള കൊമ്പന്മാർ അണിനിരക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പുണ്ടാകും. 6:45 പരമ്പരാഗത നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രത്തിലെത്തും. 7 മണിക്ക് ദീപാരാധനയും 8 മണിക്ക് തായമ്പകയും ഉണ്ടാകും. 9:30 നടയടയ്ക്കും. രാത്രി 12-ന് ആലത്തിയൂർ മനയിലേക്ക് പാനക്കുടം എഴുന്നള്ളിച്ച് 3 മണിയോടെ തിരികെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കും. തുടർന്ന് പ്രാദേശിക പൂരങ്ങളുടെ വരവും ഉണ്ടാകും. പുലർച്ചെ 5:30 ഗുരുതി സമർപ്പണത്തോടെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമാകും. താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് ഞായറാഴ്ച വൈകിട്ട് 7 മണി മുതൽ വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള വേല നടക്കും. തെയ്യം, തിറ തുടങ്ങിയ കലാരൂപങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തി സമാപിക്കും. ക്ഷേത്രസമിതി ഭാരവാഹികളായ VT ശരത്, PR മനോജ്, ബാബുരാജ് കാഞ്ഞിരപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. അമ്മിയൂർ നാരായണംകുളങ്ങര മകരപ്പത്ത് ഉത്സവത്തിന് ശേഷം പരിസര ശുചീകരണം നടത്തി നഗരസഭാ കൗൺസിലറും ജീവനക്കാരും. പിന്തുണയുമായി CPM പ്രവർത്തകരും സൗഹൃദ ക്ലബ് അംഗങ്ങളും. കഴിഞ്ഞ ദിവസം നടന്ന നാരായണംകുളങ്ങര ക്ഷേത്രത്തിലെ മകരപ്പത്ത് മഹോത്സവത്തിന്റെ ഭാഗമായി റോഡും പരിസരവും പേപ്പറും പ്ലാസ്റ്റിക് കുപ്പികളും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. നഗരസഭ 8-ാം വാർഡ് കൗൺസിലർ KC സുനിൽ, ചാവക്കാട് നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ എന്നിവർ ചേർന്ന് മാലിന്യ നീക്കം നടത്തി പരിസരം വൃത്തിയാക്കി. ഇവർക്ക് പിന്തുണയുമായി മേഖലയിലെ CPM പ്രവർത്തകർ അനിൽകുമാർ, സൗഹൃദ ക്ലബ് അംഗങ്ങളായ CC ലാസർ, PV ജെയ്സൺ, ദിലീപ് കുമാർ, ഹരീഷ് കുമാർ, മുനിസിപ്പൽ ഹെൽത്ത് സൂപ്പർവൈസർമാരായ ശിവപ്രസാദ്, ബസന്ത് എന്നിവരും ശുചീകരണത്തിൽ പങ്കാളികളായി. അരിയന്നൂർ ശ്രീ ഹരികന്യക ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം നടന്നു. രാവിലെ നട തുറക്കലിന് ശേഷം ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ രാവിലെ പെരുമ്പളം യദുകൃഷ്ണന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം നടന്നു. ഭക്തജനങ്ങൾക്കായി ഉച്ചയ്ക്ക് ക്ഷേത്രം ഊട്ടുപുരയിൽ അന്നദാനമുണ്ടായി. ക്ഷേത്രം ഭാരവാഹികളായ റനീഷ്, രാകേഷ്, C നാരായണൻ, അഖിൽ എന്നിവർ നേതൃത്വം നൽകി. ആളൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിൽ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തിനിർഭരം. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ യൗസേപിതാവിന്റെയും സംയുക്ത തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിലാണ് ആഘോഷിച്ചത്.
ജനുവരി 16 നടന്ന കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6 മണിക്ക് ദേവാലയത്തിൽ ആഘോഷമായ പാട്ടുകുർബാന, ലതീഞ്ഞ, നൊവേന എന്നിവ നടന്നു. ശനിയാഴ്ച രാവിലെ 6:15 തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജേസൺ കൂനംപ്ലാക്കൽ കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ, നൊവേന എന്നിവയ്ക്ക് ശേഷം കൂടുതുറക്കൽ ശുശ്രൂഷയും അമ്പ്, വള എന്നിവയുടെ വെഞ്ചിരിപ്പും ഉണ്ടായി. കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ രാത്രി ദേവാലയത്തിലെത്തി സമാപിച്ചു. തുടർന്ന് മെഗാ ബാൻഡ് വാദ്യമേളവും ആകാശത്ത് വിസ്മയം തീർത്ത വർണ്ണമഴയും ഉണ്ടായി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6-ന് ദിവ്യബലിയും 10-ന് ആഘോഷമായ പാട്ടുകുർബാനയും നടന്നു. ആമ്പല്ലൂർ സ്പിരിച്വൽ ആനിമേഷൻ സെന്റർ ഡയറക്ടർ ഫാദർ ബിജു ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിലെ ഫാദർ ബാസ്റ്റിൻ പുന്നോലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 5-ന് ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത് കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ, നൊവേന എന്നിവയുണ്ടായി. തുടർന്ന് വർണ്ണക്കുടകളും വാദ്യമേളങ്ങളുമായി വിശുദ്ധരുടെ രൂപങ്ങൾ വഹിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ അണിനിരന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നടന്നു. വികാരി ഫാദർ ജാക്സൺ ചാലക്കൽ, കൈക്കാരന്മാരായ ജീസൺ ചാലക്കൽ, സിംസൺ കുത്തൂർ, സേവി പുലിക്കോട്ടിൽ, ജനറൽ കൺവീനർ റാഫേൽ തട്ടിൽ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂരിൽ വീട്ടുവരാന്തയിൽ 6 അടി നീളമുള്ള മൂർഖൻ. പടിഞ്ഞാറേ നട നരങ്ങേത്ത് പറമ്പിൽ ചാരുപടിക്കൽ ബൈജുവിന്റെ വീട്ടിൽ നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. വീട് പെയിന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി പുറകിലെ വരാന്തയിൽ പാത്രങ്ങളും മറ്റു സാധനങ്ങളും കൂട്ടിയിട്ടിരുന്നു. ഇതിനിടയിലായിരുന്നു പാമ്പ് ഒളിച്ചിരുന്നത്. വരാന്തയിലിരുന്ന ബക്കറ്റ് താഴെ വീഴുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ ഓടിയെത്തിയപ്പോഴാണ് സാധനങ്ങൾക്കിടയിൽ ഭീമൻ പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ വിവരമറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ സ്ഥലത്തെത്തി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി. പാമ്പിനെ പിന്നീട് വനംവകുപ്പിന് കൈമാറി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടക്കഴിയൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. എടക്കഴിയൂർ വ്യാപാര ഭവനിൽ നടന്ന സ്വീകരണ പരിപാടി ഗുരുവായൂർ നിയോജക മണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. എടക്കഴിയൂർ യൂണിറ്റ് പ്രസിഡന്റ് CI ജോർജ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഷിബു, പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം, PC ഹൈദ്രോസ്, സീമ നാസർ, മുജീബ് പുളിക്കുന്നത്ത്, ദിലീപ് കുമാർ പാലപ്പെട്ടി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ആദരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബഷീർ മോഡേൺ സ്വാഗതവും PL ജോസഫ് നന്ദിയും പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കടവല്ലൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി. തിപ്പലശ്ശേരി കസ്തൂർബ ഹാളിൽ യൂണിറ്റ് പ്രസിഡന്റ് MP ഫിലിപ്പോസിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ KP ദിവ്യ, ബ്ലോക്ക് സെക്രട്ടറി ചാക്കോച്ചൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി സുലൈമാൻ കൂടല്ലൂർ വാർഷിക റിപ്പോർട്ടും ട്രഷറർ AM കറപ്പുട്ടി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഉണ്ണികൃഷ്ണ പണിക്കർ, O മായൻ, നീലകണ്ഠൻ നമ്പീശൻ, KC ഷൺമുഖൻ, ശ്രീമതി ടീച്ചർ, തങ്കമ്മ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് ട്രഷറർ ആലിസ് ടീച്ചർ വരണാധികാരിയായി നടന്ന തിരഞ്ഞെടുപ്പിൽ ഫിലിപ്പോസ് പ്രസിഡന്റ്, CK സുലൈമാൻ സെക്രട്ടറി, KC ഷൺമുഖൻ ട്രഷറർ എന്നിവരെ പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. യോഗാനന്തരം കലാപരിപാടികളും ഉണ്ടായിരുന്നു. ശുചിമുറിയിൽ അബോധാവസ്ഥയിൽ കിടന്ന് മരണത്തോട് മല്ലടിച്ച ഡോക്ടർക്ക് തുണയായത് വാടക വീടിന്റെ ഉടമസ്ഥൻ. സ്വന്തം പിതാവിനെ പോലെ പരിചരിച്ച് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതോടെ ഡോക്ടറെ പാലിയേറ്റീവ് ആശുപത്രിയിലേക്ക് മാറ്റാൻ മനസ്സില്ലാ മനസ്സോടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി അകലാട് വാളങ്ങാട്ട് പറമ്പിൽ മുസ്തഫയും ഭാര്യ സമീനയും. 8 വർഷമായി അകലാട് ഹോമിയോ ചികിത്സയിൽ സേവനം ചെയ്തു വരികയായിരുന്നു 77-കാരനായ ഡോക്ടർ അബൂബക്കർ. മുസ്തഫയുടെ വാടക വീട്ടിൽ തനിച്ചായിരുന്നു താമസം. ജനുവരി 7-ന് ബുധനാഴ്ച മുതൽ ഡോക്ടറെ പരിസരവാസികൾ കാണാതായതിനെ തുടർന്ന് പോലീസെത്തി വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് ശുചിമുറിയിൽ വീണുകിടക്കുന്നത് കണ്ടത്. തുടർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ തുടർന്നു. 8 ദിവസം ചികിത്സിച്ചപ്പോഴേക്കും ചിലവ് 2 ലക്ഷം കവിഞ്ഞു. 1.25 ലക്ഷമാക്കി ചുരുക്കിയെങ്കിലും ഇനി 72,000 രൂപ കൂടി ആശുപത്രിയിൽ നൽകാനുണ്ട്. ഇതിന് 2 മാസത്തെ അവധിക്ക് ചെക്ക് നൽകിയിരിക്കുകയാണ് മുസ്തഫ. ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം അബൂബക്കറിന്റെ വീട്ടുകാരെ ബന്ധപ്പെട്ടെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ മറ്റൊന്നും ആലോചിച്ചില്ല. ഡോക്ടറെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഭർത്താവിന് പൂർണ്ണ പിന്തുണയുമായി ഭാര്യ സമീന ഒപ്പം നിന്നു. പരിചരണത്തിന് ഹോം നേഴ്സിനെയും ഏർപ്പാടാക്കി. പക്ഷെ ഞങ്ങൾ പറഞ്ഞനുസരിക്കണം. പറഞ്ഞനുസരിച്ചാൽ ബീഡി മാറ്റണം,
വെറുതെ മാറ്റാം. അദ്ദേഹത്തിന് ചെയ്യാറുണ്ടെങ്കിൽ മാറ്റതാണ്. അത് അതേപോലെ എൻ്റെ ഉപ്പ സ്വീകരിച്ചു. എൻ്റെ ഉപ്പ സന്തോഷമായിട്ട് പിടിക്കുന്നു വെച്ചു. അത് എനിക്ക് അവിടെ കിട്ടിയല്ലോ. ഞാൻ എങ്ങനെ ചികിത്സിക്കാൻ പറ്റിയ അത് പറ്റുമ്പോൾ നല്ല ചികിത്സ തന്നു. വെട്ടി കൊണ്ട് കിടത്തി തന്നു. ഡോക്ടർമാർ കൊണ്ട് പരിശോധിച്ചു. ഒരു പൈസ ഞങ്ങൾക്ക് ആയില്ല. കാര്യം എത്ര വർഷം മുന്നേ അറിയാം. ശരിക്കും വന്ന 40-45 വർഷം മുന്നേ. അന്ന് ചെറുപ്പം കുട്ടി, ഒരു 10-14-15 വയസ്സ് എനിക്ക് ഓർമ്മയുണ്ട്. നല്ല ഓർമ്മ. ആ വേറെ വീട്ടിൽ പോയി ഈ പായ്ക്കെട്ട് വെച്ചത് തറക്കാണ്ട് വെച്ചാൽ പുറത്ത് രാജകാരുടെ വീട്ടിൽ നിൽക്കണ രംഗങ്ങളൊക്കെ ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓക്സിജൻ സിലിണ്ടർ അടക്കം സൗകര്യങ്ങൾ ഒരുക്കിയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. മുസ്തഫയുടെ പരിചരണത്തിലൂടെ ഡോക്ടർ കണ്ണുകൾ തുറക്കാനും ശബ്ദങ്ങൾക്ക് പ്രതികരിച്ചും തുടങ്ങി. പിന്നീട് കൈകാലുകൾ ഇളക്കാനും തുടങ്ങി. ചികിത്സയ്ക്ക് ശേഷം ആദ്യമായി വെള്ളിയാഴ്ച സംസാരിച്ചു. ഇതിനിടെ പോലീസ് നടത്തിയ ഇടപെടലിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഡോക്ടറുടെ ഭാര്യ വീട്ടുകാർ മുസ്തഫയെ തേടിയെത്തി. ഭാര്യയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ട് കാരണം ഡോക്ടറെ പരിചരിക്കാൻ പ്രയാസമുണ്ടെന്നും പകരം ആശുപത്രി ചികിത്സ നൽകാം എന്നുമായിരുന്നു ഇവരുടെ ഉറപ്പ്. വിവരങ്ങൾ ബന്ധപ്പെട്ടവരെ വിളിച്ചറിയിച്ച ശേഷം മുസ്തഫ സമ്മതം നൽകുകയായിരുന്നു. ശനിയാഴ്ച വൈകിട്ടോടെ ഡോക്ടറെ ഊരകത്തെ പാലിയേറ്റീവ് ആശുപത്രിയിലേക്ക് മാറ്റുവാനുള്ള തീരുമാനത്തെ തുടർന്ന് അകലാട് നബവി ആംബുലൻസ് പ്രവർത്തകർ എത്തിയപ്പോൾ ഡോക്ടറെ മുസ്തഫയും ഭാര്യ സമീനയും യാത്രയാക്കിയത്. മലർവാടി ബാലസംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റി പെരുമ്പിലാവ് അൻസാർ കോളേജിൽ സംഘടിപ്പിച്ച മഴവില്ല് സംസ്ഥാനതല ചിത്രരചനാ മത്സരം സമാപിച്ചു. അങ്കണവാടി മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി 4 കാറ്റഗറികളിലായി ക്രയോൺ, ജലച്ഛായം എന്നിവയിലാണ് മത്സരം നടന്നത്. 4 കാറ്റഗറികളിലും ആദ്യം 3 സ്ഥാനക്കാർക്ക് സമ്മാനങ്ങൾ നൽകി. മലർവാടി ബാലസംഘം കുന്നംകുളം ഏരിയ രക്ഷാധികാരി പി മുനീർ സമ്മാനദാനം നിർവഹിച്ചു. കടവലൂർ പഞ്ചായത്ത് അംഗം സ്മിത മുരളിയാണ് മത്സരം ഉദ്ഘാടനം ചെയ്തത്. അൻസാർ മലർവാടി ഭാരവാഹികൾ സംസാരിച്ചു. GIO പ്രവർത്തകർ നേതൃത്വം നൽകി. മത്സരത്തിൽ 150ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ചരിത്രപ്രസിദ്ധമായ വേളൂർ വെങ്ങിലശ്ശേരി ചേർന്തല മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം സമാപിച്ചു. 7 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവ ചടങ്ങുകൾക്ക് ആറോട്ടോടെയാണ് സമാപനമായത്. ജനുവരി 19 മുതൽ 25 വരെ നടന്ന ഉത്സവത്തിൽ ശുദ്ധികലശ ചടങ്ങുകൾ, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ബിംബശുദ്ധി, ആചാര്യവരണം, നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, മുളയിടൽ, ഉത്സവം വിളംബരം ചെയ്യുന്ന കൊടിയേറ്റ്, അത്താഴപൂജ, ശീവേലി എഴുന്നള്ളിപ്പ്, വിളക്കിനെഴുന്നള്ളിപ്പ്, കേളി, കൊമ്പ്, കുഴൽപ്പറ്റ്, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, സർവഭൂതഗണങ്ങൾക്കും മേളത്തോടെയുള്ള ഹവിസു തൂകി ബലി നൽകുന്ന ഉത്സവബലി, 1000 കുടം അഭിഷേകം, സർപ്പബലി, മേളത്തോടെയുള്ള പള്ളിവേട്ട, പള്ളിക്കുറുപ്പ് എന്നിവയാണ് നടന്നത്. സമാപന ദിവസം പള്ളിയുണർത്തൽ, കണികാണിക്കൽ, ഭഗവാനും ഭക്തജനങ്ങളും ചേർന്ന് നടത്തുന്ന തീർത്ഥാടന സങ്കല്പത്തോടെ നടത്തുന്ന ആറാട്ടിനെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, ചതുശതം, 25 കലശം, ശ്രീഭൂതബലി എന്നിവയ്ക്ക് ശേഷമാണ് ഉത്സവം കൊടിയിറങ്ങിയത്. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യകാർമ്മികനായി. ക്ഷേത്രം മേൽശാന്തി വടക്കേടത്ത് രഞ്ജിത്ത് നമ്പൂതിരി സഹകാർമ്മികനായി. ക്ഷേത്രോത്സവ വേദിയിൽ സാംസ്കാരിക സമ്മേളനം ഗുരുവായൂർ മുൻ മേൽശാന്തിയും കുറൂരമ്മ ശ്രീകൃഷ്ണക്ഷേത്രം മേൽശാന്തിയുമായ പുതുമന ശ്രീജിത്ത് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്ര സംസ്കൃതിയിൽ കാളിദാസ് എടക്കുളത്തിൻ്റെ കർണാട്ടിക് ഫ്യൂഷൻ, ശ്രീവിദ്യ കിള്ളിക്കുറിശിമംഗലത്തിൻ്റെ ശീതങ്കൻ തുള്ളൽ, കൂറ്റനാട് രാവണി പണിക്കർ, അരുണ സുബ്രഹ്മണ്യൻ, ഡോക്ടർ കെ അരവിന്ദാക്ഷൻ, പ്രൊഫസർ ഡോക്ടർ KA രവീന്ദ്രൻ തുടങ്ങിയവരുടെ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, ധനഞ്ജയ് കൃഷ്ണകുമാർ, പല്ലശന ശ്രീരാജ് മാരാർ, കലാമണ്ഡലം അതുൽ മാരാർ തുടങ്ങിയവരുടെ തായമ്പക, ശങ്കരനാരായണൻ കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിശിമംഗലത്തിൻ്റെ ഓട്ടൻതുള്ളൽ, കലാമണ്ഡലം രവികുമാറും സംഘവും അവതരിപ്പിച്ച മിഴാവ് ഇടയ്ക്ക തായമ്പക, രജനീഷ് ചാക്യാരുടെ ചാക്യാർകൂത്ത്, ചെന്നൈ ഫൗണ്ടേഷൻ്റെ ഭരതനാട്യ കച്ചേരി, ശില പെർഫോമിംഗ് ആർട്സിൻ്റെ നൃത്തനൃത്യങ്ങൾ, പാലക്കാട് അഷ്ടമി വിനീതിൻ്റെ സോപാന സംഗീതം, വിവിധ സംഘങ്ങളുടെ കൈകൊട്ടിക്കളി എന്നിവയും നടന്നു. ഉത്സവാഘോഷങ്ങൾക്ക് കുറൂരമ്മ ടെമ്പിൾ ആൻഡ് റിലീജിയസ് ട്രസ്റ്റ് നേതൃത്വം നൽകി. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുമത്തിൽ ശങ്കരൻ രക്തസാക്ഷി ദിനം ആചരിച്ചു. കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ കൊലപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനും ചെത്തുതൊഴിലാളിയുമായിരുന്ന കരുമത്തിൽ ശങ്കരൻ്റെ 66ാമത് രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. ലോക്കൽ അതിർത്തിയിലെ ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തി അനുസ്മരണ യോഗങ്ങൾ നടത്തി. കാക്കശ്ശേരിയിൽ നടന്ന രക്തസാക്ഷി ദിനാചരണം
മണലൂർ ഏരിയ സെക്രട്ടറി പി.എ. രമേശൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി ബി.ആർ. സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം പി.ജി. സുബിദാസ്, എളവള്ളി ലോക്കൽ സെക്രട്ടറി പി.എ. ഷൈൻ, സി.എഫ്. രാജൻ, ആർ.എ. അബ്ദുൾ ഹക്കീം, തുളസി രാമചന്ദ്രൻ, ലതി വേണുഗോപാൽ, കെ.ജി. സുരേഷ് ബാബു, ശങ്കരൻ കാക്കശ്ശേരി, എൻ.എസ്. പുഷ്പാകരൻ എന്നിവർ സംസാരിച്ചു. പൊന്നയൂർ ശ്രീ പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിലെ ശ്രീകോവിൽ രണ്ടാംഘട്ട പുനരുദ്ധാരണ നിധി സമാഹരണാർത്ഥം തയ്യാറാക്കിയ സംഭാവന കൂപ്പൺ വിതരണോദ്ഘാടനം നടത്തി. ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ശരത് നമ്പൂതിരി പ്രഭാകരൻ കൂളിയാട്ടിന് സംഭാവന കൂപ്പൺ നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. മാർച്ച് 29 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രം സന്നിധിയിൽ വെച്ചാണ് നറുക്കെടുപ്പ് നടത്തുന്നത്. ക്ഷേത്രം പ്രസിഡന്റ് വിജയൻ കാരയിൽ, സെക്രട്ടറി ദയാനന്ദൻ മാമ്പുള്ളി, ട്രഷറർ പ്രകാശൻ ചന്തിരുത്തിൽ, മോഹനൻ ഇ ചിത്തറ തുടങ്ങി ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. നെല്ലുവായ് മുല്ലയ്ക്കൽ സ്വരലയ പ്രോഗ്രാം കമ്മിറ്റിയുടെ 27ാമത് വാർഷികാഘോഷം ക്ഷേത്ര മൈതാനത്ത് വെച്ച് നടന്നു. കലാമണ്ഡലം പെരിങ്ങോട് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്വരലയ പ്രസിഡന്റ് ടി.കെ. ശിവൻ അധ്യക്ഷനായി. ഓട്ടൻതുള്ളൽ കലാകാരൻ പ്രദീപ് നെല്ലുവായ് മുഖ്യാതിഥിയായി. ദേവസ്വം ഓഫീസർ ജി. ശ്രീരാജ്, സ്വരലയ സെക്രട്ടറി എം.എസ്. സതീഷ്, പി.ടി. സുശാന്ത്, കെ.ആർ. സുധാകരൻ, എസ്. കണ്ണൻ മാസ്റ്റർ, ടി.കെ. മനോജ് കുമാർ, എൻ.എസ്. ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കൊല്ലം വർണ്ണശലഭം നാടൻപാട്ട് നാട്ടറിവ് പഠന കേന്ദ്രം അവതരിപ്പിച്ച പാട്ട് മാമാങ്കവും അരങ്ങേറി. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധി സംഗമവും കായികരംഗത്ത് മികവ് പുലർത്തിയ പ്രതിഭകൾക്കുള്ള അനുമോദന സദസ്സും തിങ്കളാഴ്ച നടക്കും. വൈകിട്ട് 6-ന് ക്ലബ് ഹൗസിൽ നടക്കുന്ന പരിപാടിയിൽ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വിജയിച്ച ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പങ്കെടുക്കും. കായികരംഗത്ത് ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ നേട്ടങ്ങൾ കൈവരിച്ച ക്ലബ്ബുമായി ബന്ധപ്പെട്ട കായിക പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കും. പരിപാടികൾക്ക് ക്ലബ്ബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ A.M. ഇക്ബാൽ എന്നിവരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി നേതൃത്വം നൽകും. അറിയിപ്പ്: കൂനമൂച്ചി പള്ളിത്തിരുനാളിന്റെ തത്സമയ സംപ്രേഷണം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ CCTV ന്യൂസ് ചാനലിലും, ചൂണ്ടൽ മേലേക്കാവ് പൂരത്തിന്റെ തത്സമയ സംപ്രേഷണം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ CCTV പ്രാദേശികം ചാനലിലും, നെല്ലുവായ് മുല്ലയ്ക്കൽ ഭരണിവേലയുടെ തത്സമയ സംപ്രേഷണം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30 മുതൽ CCTV സിനിമ ചാനലിലും ഉണ്ടായിരിക്കും. ചരമം: കടപ്പുറം തൊട്ടാപ്പ് പരേതനായ കുഞ്ഞിക്കോയ മകൻ വലിയപുരയ്ക്കൽ അലിക്കുട്ടി നിര്യാതനായി. 70 വയസ്സായിരുന്നു. ഖബറടക്കം കടപ്പുറം ഉപ്പാപ്പ പള്ളി ഖബർസ്ഥാനിൽ നടത്തി. താഹിറ ഭാര്യയും ഷിബിലി, നൗമാൻ, റൈഹാനത്ത്, മുസമ്മിൽ, മുബഷിറ എന്നിവർ മക്കളുമാണ്. ചാവക്കാട് മണത്തല നാഗയക്ഷി ക്ഷേത്രത്തിനടുത്ത് പരേതനായ കറുത്താണ്ടൻ ശ്രീധരൻ ഭാര്യ സത്യവതി നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം സ്വവസതിയിൽ നടത്തി. അജിതകുമാരി, രാജേന്ദ്രൻ, ഡോക്ടർ സുനിൽ, സതീശൻ, പ്രകാശൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രസിദ്ധമായ അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം തുടങ്ങി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കുന്നത് കേരളത്തിലെ തലയെടുപ്പുള്ള 50ഓളം ഗജവീരന്മാർ. തിരക്ക് നിയന്ത്രിക്കാൻ കുന്നംകുളം അഞ്ഞൂർ പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വിവാഹ തിരക്കിൽ മുങ്ങി ഗുരുഭവനപുരി. ഞായറാഴ്ച ക്ഷേത്ര സന്നിധിയിൽ നടന്നത് 265 വിവാഹങ്ങൾ. ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കി. ഗുരുവായൂർ നഗരത്തിൽ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. തണൽമരങ്ങൾ മുറിച്ചുമാറ്റപ്പെട്ട നൂറടിത്തോടിന്റെ സംരക്ഷണത്തിന് പദ്ധതിയുമായി കുന്നംകുളം നഗരസഭ. പുനർജനി എന്ന പേരിൽ തണൽപാതയൊരുക്കും. തോട്ടുവരമ്പത്ത് 100ഓളം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.